വീട് പണി നോക്കുന്നവരൊക്കെയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പുട്ടിയിട്ടത് പെയിന്റ് എല്ലാം ഇങ്ങനെ പൊളിഞ്ഞിളകുന്നത്. അത് എല്ലാ ഭിത്തികളിലും ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പിലറി റൈസ് എന്ന് പറയും. ഈ ഭൂമിക്കടിയിലെ അല്ലെങ്കിൽ ഭൂമിയുടെ നനവ് ഈ ഇതിൻ്റെ ഫൗണ്ടേഷൻ വഴി മേളിലേക്ക് കയറിയിട്ട് ആ സിമെൻറ്റ് കട്ട അല്ലെങ്കിൽ കട്ട വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ വെളിയിലേക്ക് തള്ളും. അപ്പോൾ ഈ തള്ളൽ അവോയ്ഡ് ചെയ്യാൻ ഇപ്പോൾ പുതിയ ടെക്നിക്കുകൾ വന്നിട്ടുണ്ട്. ലൈക്ക് ഷീറ്റ് ഇടുന്നതുണ്ട്. പിന്നെ അതുകൂടാതെ വേറൊരു ടെക്നിക്കാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നമ്മൾ ബിറ്റുമിൻ ബേസ്ഡ് ഒരു പെയിൻറ്റിങ് കോട്ടാണ്. അപ്പോൾ ഇതാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ബിറ്റുമിൻ ബേസ്ഡ് ആയിട്ടൊരു കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി ഫൗണ്ടേഷനിലേക്ക് വെള്ളം പിടിക്കാതിരിക്കും. അപ്പോൾ ഫൗണ്ടേഷന് വെള്ളം പിടിച്ചില്ലെങ്കിൽ നമ്മൾ മേളിലുള്ള കട്ട ആ കാര്യങ്ങളിൽ വെള്ളം പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പെയിൻറ്റ്സ് എല്ലാം പൊളിഞ്ഞിളകുന്നത് അല്ലെങ്കിൽ ഈ പുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് പെയിൻറ്റിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, ചെതൽ ഉൾപ്പെടെയുള്ള ശല്യങ്ങളെ കുറയ്ക്കുമെന്നാണ് മേശ്രി പറഞ്ഞത്. ആക്ച്വലി ഞാൻ സംസാരിക്കുകയാണ്, മേശ്രിയോട് ചോദിച്ചു നോക്കാം. മേശ്രി, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ശരിക്കും? ഇതിപ്പോൾ നമുക്ക് അടിയിൽ വാട്ടർ പ്രൂഫിങ് ബേസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഫില്ലറിലോട്ട് വെള്ളം നനവ് പിടിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ചെതൽ ശല്യങ്ങൾ മേളിലോട്ടുള്ള ചെതൽ ശല്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനും കുറെ വീടുകൾ നമ്മൾ ഇപ്പൊ ഈ മൺപ്രദേശം കൊണ്ട് ചെതൽ കൂടുതലായിട്ട് വരും. ഇത് അപ്പൊ ഈ പെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്രമം അങ്ങനെ കോട്ടിംഗ് ആണ്. ഒരു റബ്ബർ ബേസ് കോട്ടിംഗ് ആണ്, ഒരു കോട്ടിംഗ് ആണ്. അപ്പൊ വെച്ചാൽ ഇതിന്റെ ഉള്ളിലോട്ട് കമ്പിയിലോട്ട് നനവ് എത്തൂല. അപ്പൊ കമ്പി പിന്നീട് ഒരിക്കലും കംപ്ലൈന്റ് ആവില്ല. ഓക്കെ, കമ്പി മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫൗണ്ടേഷൻ വഴി കട്ടകളിലേക്കും നനവുകൾ എത്തില്ല. അപ്പൊ നമ്മൾ ഈ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് മേളിൽ ഇത് കോട്ട് ചെയ്തില്ലെങ്കിൽ മേളിലെ കട്ടയിലോട്ട് ഈർപ്പം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിയിട്ട് അതൊക്കെ പൊളിഞ്ഞു പോകും. അതാ നമ്മളിപ്പോ സ്ഥിരം കാണുന്ന പ്രശ്നമാണ്. മിക്ക വീടുകളും കാണുന്നത് ഒരു അര പ്ലേസ് വരെ പുട്ടി പൊളിഞ്ഞു പോകും, പെയിന്റ് ഒക്കെ പോകും. അതിങ്ങനെ തെള്ളി നിൽക്കും, ബഡ് ചെയ്ത് നിൽക്കും. അത് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഈ കോട്ടിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് എങ്ങനെ ഇതിന് ലിറ്ററിന് വില വരുന്നത്? ഏകദേശം ഒരു കണക്ക് മാർക്കറ്റിൽ ഒരു 2500-3000 രൂപ വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിത് വേറെ പ്രത്യേകിച്ച് മിക്സിംഗ് ഒന്നും ഇല്ല, വെള്ളം ഒഴിച്ച് വേറെ ഒന്നുമില്ല, ഫുൾ ആഡ് ചെയ്ത് വന്നത്. നമ്മത് കലക്കുക, അടിച്ചാൽ മതി. അപ്പം വെള്ളം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈവൻ നമ്മൾ മേശ്രി പറയുന്നതും കേട്ടു. അപ്പൊ ഇവര് ഇതിന് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം ഈ ഒരു കോട്ടിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് വീടുകളിൽ കാണാൻ സാധിക്കുന്നത്. പുട്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ പെയിന്റ് ഉൾപ്പെടെ ഇളകി പോകുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ വീടുകളിലും ഈ പ്രശ്നം മുമ്പ് കണ്ടിട്ടുണ്ട്. കാരണം ബാത്റൂം സൈഡിലാണ് വന്നതെന്നാണ് ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്നത്, അവിടുന്ന് ബാത്റൂമിൽ നിന്നുള്ള വെള്ളം പിടിക്കുന്നത്. പക്ഷെ അതങ്ങനല്ല, നമ്മുടെ മണ്ണിനടിയിലുള്ള ഈർപ്പം ഈ ബേസ്മെന്റ് വഴി കട്ടകളിൽ ചെല്ലും. സിമെന്റ് കട്ടയാണെങ്കിൽ കൂടുതൽ വെള്ളം പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുട്ടി ഉൾപ്പെടെ തള്ളി ഇളകി വരും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പവലിയസ് ഹോം എന്ന് പറയുന്നിട്ടൊരു വർക്ക് സൈറ്റിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കോട്ടിങ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ വീടുകളും നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ ഈ ഫൂട്ടറിൽ മാത്രമല്ല, നമ്മൾ ബേസ്മെന്റ് വന്നിട്ട് കോളം ലെവൽ വന്നിട്ട് എല്ലാത്തിലും നമ്മൾ ഈ ഒരു പെയിന്റ് അല്ലെങ്കിൽ ഈ ഒരു കോട്ടിങ് ബിറ്റുമിൻ കോട്ടിംഗ് ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ മേളിലോട്ടുള്ള കെട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.